الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സന്തോഷാവസരത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വളരെ കണിശമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പത്രങ്ങളിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ നാട്ടിലേക്കും അല്പാൽപമായി കടന്നുവരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ലോകത്ത് അറിയപ്പെടുന്ന വമ്പൻ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ തകർച്ച അമേരിക്കയിലും മറ്റ് മുതലാളിത്ത രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള സ്ഫോടനങ്ങളുടെ തുടർചലനങ്ങൾ നമ്മുടെ നാട്ടിലെ ചില സാമ്പത്തിക സ്ഥാപനങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കഥയും നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ചില വർത്തമാനങ്ങൾ നടക്കുകയും ചില അവബോധങ്ങൾ രൂപപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ലോക സാമ്പത്തിക പ്രതിസന്ധിയോടുള്ള നമ്മുടേതുപോലുള്ള രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രതികരണവും ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. റെയിൽവേ ബജറ്റും കേന്ദ്ര ബജറ്റും നേരത്തെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് സംസ്ഥാന ബജറ്റ് കൂടി നിയമസഭ മുമ്പാകെ വന്നുകഴിഞ്ഞിരിക്കുകയാണ്. വരും നാളുകളിൽ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകൾ ഉയർന്നു വരും എന്ന് ഇപ്പോൾ വിശേഷിച്ച് പറയേണ്ടതായിട്ടില്ല. ഇതൊരു ആപത്തുകാലമാണ്. ആപത്തുകാലത്തെ അവസരമായി പരിവർത്തിപ്പിക്കുന്നതിലാണ് ഒരു സമൂഹത്തിന്റെ അതിജീവനക്ഷമത നിലനിൽക്കുന്നത് എന്ന് വരും നാളുകളിൽ ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള സാധ്യതയാണ് നാം കാണുന്നത്. ആപത്തിനെ അവസരമാക്കി മാറ്റുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. മാത്രമല്ല, ആപത്തിനെ അവസരമാക്കുവാൻ ഏതെങ്കിലും സമൂഹങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ആ സമൂഹങ്ങളാണ് വിജയിക്കുവാൻ സാധ്യതയും അർഹതയുമുള്ള സമൂഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആപത്തിനെ പല രൂപത്തിലും അവസരങ്ങളാക്കി മാറ്റാറുണ്ട്. ചിലപ്പോൾ അത് ഏറ്റവും മോശമായ പരിണതിയിലേക്ക് എത്തി എന്നും വരാം. സുനാമിയുടെ സന്ദർഭത്തിൽ ശവശരീരങ്ങൾ പരിശോധിച്ച് ചെറിയ കമ്മലും ചെയിനുകളും കൈകളിലുള്ള വളകളും ശവശരീരങ്ങളിൽ നിന്ന് ഊരിയെടുക്കുന്നത് ആപത്തിനെ അവസരമാക്കുന്ന ഒരു രീതിയാണ്. അപകടത്തിൽപ്പെട്ട് മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മൃതശരീരത്തെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നത് ആപത്തിനെ അവസരമാക്കുന്നതിൻ്റെ മറ്റൊരു രീതിയാണ്. ഏറ്റവും ഉയർന്ന മൂല്യങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ധാർമ്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട്, വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഗുണകരമാകുന്ന വിധത്തിൽ ആപത്തിനെ എങ്ങനെ അവസരമാക്കി മാറ്റാം എന്നുള്ള ചിന്ത വളരെ പ്രധാനമായും നമ്മിൽ നിന്ന് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ലോകത്ത് സാമ്പത്തിക തകർച്ചയുടെ പ്രതിഫലനങ്ങൾ വളരെ സാവധാനമൊന്നുമല്ല നമ്മളിലേക്ക് കടന്നു വരിക. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായ പിരിച്ചുവിടൽ ഭീഷണിയുണ്ട്. ചില കമ്പനികൾ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നതെങ്കിൽ വേറെ ചില കമ്പനികൾ ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാകട്ടെ ഗൾഫിൽ നിന്ന് വരുന്ന ധനവുമായി ചേർന്നുകൊണ്ടാണ് നമ്മുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. നമ്മുടെ ഭൂമി ഇടപാടുകൾ, നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലുകൾ, ഇതൊക്കെയാണല്ലോ നമ്മുടെ സമ്പദ്ഘടനയെ ചതുലമാക്കി നിലനിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ വ്യാപാരം കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വ്യാപാരമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായം കെട്ടിട നിർമ്മാണ വ്യവസായമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന മേഖല കെട്ടിട നിർമ്മാണ മേഖലയാണ്. അപ്പോൾ വ്യാപാരവും വ്യവസായവും തൊഴിലും കെട്ടിട നിർമ്മാണത്തെ ആശ്രയിച്ചു നിൽക്കുന്നുവെങ്കിൽ
കെട്ടിട നിർമ്മാണം പുറമെ നിന്ന് വരുന്ന ധനത്തെയാണ് ആശ്രയിച്ചു നിൽക്കുന്നത് എന്നതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ച വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും. നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള കാര്യമല്ല, ഒരു സൈദ്ധാന്തിക വിശകലനം ആവശ്യപ്പെടുന്ന കാര്യം മാത്രവുമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കും. അതുപോലെ തന്നെ പിരിച്ചുവിടലിന് വിധേയരാകുന്ന ആളുകൾ വ്യക്തികളെന്ന നിലക്കും അവരുടെ കൂട്ടുകുടുംബങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ എന്ന നിലക്കും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ആഘാതങ്ങളും അതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ വളരെ ശാന്തമായും തന്മയത്വത്തോടുകൂടിയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ബേജാറാവേണ്ടുന്നതായ ഒരവസ്ഥയുമില്ല. സാധാരണഗതിയിൽ ചില കാലങ്ങളിൽ വെള്ളപ്പൊക്കം വരാറുണ്ടല്ലോ, ഇടവം, മിഥുനം, കർക്കിടകം മാസങ്ങളിൽ. ഈ മാസങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും. പുഴകളൊക്കെ കര കവിഞ്ഞൊഴുകും. ചിലപ്പോൾ പറമ്പുകളിലേക്ക് ധാരാളമായി വെള്ളം കയറും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോകും. വെള്ളം പുഴയിലടങ്ങി എന്ന് നാം സാധാരണ പറയുകയും ചെയ്യും. ഒരുപക്ഷെ ഊതുവീർപ്പിക്കപ്പെട്ട ഒരു സാമ്പത്തിക നില അതിന്റെ സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് മാത്രമേ നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടതുള്ളൂ. അല്ലാതെ സാമ്പത്തിക ഘടന ആകെ തകർന്നുപോയി എന്നും ഇതിൽ നിന്ന് മനുഷ്യകുലത്തിന് ഇനി രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്നും ബേജാറാകേണ്ടുന്ന യാതൊരു സന്ദർഭവുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പറമ്പ്, അത് ഒരു സെന്റിന് 40 ലക്ഷം രൂപ വെച്ച് കച്ചവടം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ ചെവിയിലെത്തുമ്പോൾ നമ്മൾ അല്പം ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു സെന്റ് ഭൂമിക്ക് 40 ലക്ഷം രൂപ? ഒരു സെന്റ് ഭൂമിയിൽ നിന്ന് 40 ലക്ഷം രൂപ ആദായമെടുക്കുവാൻ ഒരാളുടെ ആയുസ്സുകൊണ്ട് സാധ്യമാണോ? ഒരു 10 തലമുറ കഴിഞ്ഞാലും സാധ്യമാണോ എന്നുള്ള ചിന്ത ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കച്ചവടം ചെയ്യുന്നവനും വാങ്ങുന്നവനും അത് കേൾക്കുന്നവനുമൊക്കെ ആ 40 ലക്ഷം സെന്റിന് വിലയുള്ള ഭൂമി 45 ലക്ഷം ആയി തിരിച്ചു വിൽക്കാൻ കഴിയുമല്ലോ എന്ന ഒരു പ്രതീക്ഷയിലാണ് മറുപടി കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പദ്ഘടനയായിരുന്നില്ല ലോകത്തെ ഈ അടുത്ത കാലത്ത് നയിച്ചിരുന്നത്. അതൊരു സമ്പത്തിന്റെ വെള്ളപ്പൊക്കമായിരുന്നു. ആ സമ്പത്തിന്റെ വെള്ളപ്പൊക്കം അവസാനിക്കുകയും വെള്ളം പുഴയിലടങ്ങുക എന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിലപ്പുറം നാം വേവധു കൊള്ളേണ്ടുന്ന യാതൊരാവശ്യവുമില്ല. പക്ഷേ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളം പുഴയിൽ അടങ്ങുമ്പോഴേക്കും ഒരുപാട് സസ്യങ്ങൾ നശിച്ചുപോയിട്ടുണ്ടാകും. ഒരുപാട് മരങ്ങളുടെ കൂമ്പ് അടഞ്ഞുപോയിട്ടുണ്ടാകും. ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ അങ്ങനെ തന്നെ നശിച്ചുപോയിട്ടുണ്ടാകും. എന്നാൽ അപൂർവം ചില മരങ്ങൾക്കും ചെടികൾക്കും വളം കൂടുതൽ ലഭിച്ചുകൊണ്ട് അത് തഴച്ചു വളരുക എന്ന ഒരു അന്തരീക്ഷം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ തന്മയത്വത്തോടുകൂടി ഈ സാമ്പത്തിക നിലയെ സമീപിക്കുവാനുള്ള ശേഷി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ചില ആളുകൾ പറയുന്നു, സമ്പത്ത് പുറത്തിറക്കാതെ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നു ധൂർത്തും ദുർവ്യയവും ഒഴിവാക്കണമെന്ന്. പിന്നെ ചിലർ പറയുന്നു സമ്പത്ത് ഒരിക്കലും കയ്യിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല, സമ്പത്ത് പുറത്തേക്കിറക്കണം, എന്നിട്ട്
അതിനെ ചടുലതയുള്ളതാക്കി ഇളകുന്ന സമ്പത്താക്കി മാറ്റണം. ഇളകുന്ന സമ്പത്താക്കി മാറ്റിയാൽ മാത്രമേ സമൂഹത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നും അവർ നമ്മെ ഉപദേശിക്കുന്നു. ചിലപ്പോൾ വലിയ ബുദ്ധിയുള്ള ആളുകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തത്വശാസ്ത്രം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു തത്വശാസ്ത്രമാണ്. അവർ പറയുന്നു, സമ്പത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സമ്പത്ത് ധാരാളമായി ചെലവഴിക്കേണ്ടത്. കടം വാങ്ങിയിട്ടെങ്കിലും ഉൽപാദന മേഖലകളിലേക്ക് ചെലവഴിച്ചാൽ മാത്രമേ നമ്മുടെ സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ എന്നും പറയുന്നു. ഇങ്ങനെയുള്ള അഭിപ്രായഗതികൾക്കിടയിൽ നിന്ന് ഒരു സമൂഹത്തിന് യോജിച്ച, വ്യക്തികൾക്ക് അപകടം പറ്റാത്ത ഒരു രീതി ഉരുത്തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും, ഏതൊരു കുടുംബവും, ഏതൊരു സമൂഹവും ഇതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിച്ചേ പറ്റൂ. ദീനുൽ ഇസ്ലാം സമ്പത്തിനു നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് സംസാരിക്കേണ്ടുന്നതായ കാര്യമില്ല. സമ്പത്തിനെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞത് അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ് എന്നാണ്. വലാ തുഅ്തു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്, നിങ്ങളുടെ നിലനിൽപ്പിന്റെ നട്ടെല്ലാണ്, അച്ചുതണ്ടാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്ത് ഒരിക്കലും നിങ്ങൾ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുത്, വിവരവും വിവേകവുമില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തോട് വളരെ കണിശമായി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന്റെ ആധാരമാണ്. അത് ഒരിക്കലും ഒരു തിന്മയായിട്ടല്ല ഇസ്ലാം കണക്കുകൂട്ടിയിട്ടുള്ളത്. സമ്പത്തിനെ സംബന്ധിച്ച് നന്മ എന്നേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ധനത്തോട് അധികമായ സ്നേഹമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്ന വാചകത്തിൽ ധനത്തിന് ഖൈർ എന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഖൈറാണ് ധനം, നന്മയാണ് ധനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധനികന്മാരെ കുറിച്ച് പലപ്പോഴും സാഹിബുൽ ഖൈർ, നന്മയുള്ളയാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഹിബുൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധനം എന്നത് ഒരു നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ എന്നാണ്. പടച്ചവനെ, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. എക്കാലവും എന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കാനും ദാരിദ്ര്യത്തിൽ മരിക്കാനും വിടണം എന്നായിരുന്നില്ല റസൂലിന്റെ പ്രാർത്ഥന. റസൂലിന്റെ പ്രാർത്ഥന ഇന്നി അഊദു ബിക മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന പ്രാർത്ഥനയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഫഖർ ചിലപ്പോൾ കുഫറിലേക്ക് നയിക്കും, ഫഖർ ചിലപ്പോൾ കുഫറിലേക്ക് നയിക്കും. ദാരിദ്ര്യം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചിലപ്പോൾ മാനസികമായി നാം നിരാശയിൽപ്പെട്ടു പോകും. പടച്ചവനെ, ഇതെന്നോട് വേണമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ മനസ്സിൽ നിന്ന് ഉയർന്നു എന്ന് വരും. അല്ലാഹുവിനോടുള്ള കൃതജ്ഞതയിലേക്ക്, നന്ദികേടിലേക്ക്, നിഷേധത്തിലേക്ക് അത് വഴിതെളിയിച്ചു എന്ന് വന്നേക്കാം. ചിലപ്പോൾ മനസ്സിൽ അല്ലാഹുവിനുള്ള വിശ്വാസം നിലനിൽക്കെ തന്നെ കുഫറിന്റെ വാക്കുകൾ ഉച്ചരിക്കാനും കുഫറിന്റെ കർമ്മങ്ങൾ ചെയ്യാനും ഒരു വ്യക്തിയെ ഫഖർ പ്രേരിപ്പിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഫഖറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ആഗ്രഹിച്ചിരുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ അനുജനന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല സമ്പാദിക്കേണ്ടത്, നിങ്ങൾക്ക് ഉള്ള വക മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടത്,
കഴിയുമെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കണം എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കളെ ദാരിദ്ര്യത്തിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ വിടുന്നതിനേക്കാൾ നല്ലത് അവർക്ക് എന്തെങ്കിലും ജീവിക്കുവാനുള്ള ആസ്തി ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാവുന്ന എല്ലാ മേഖലകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണമായിട്ടുള്ള പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്നത് പല സന്ദർഭങ്ങളിലായി ഈ മിമ്പറിൽ വെച്ചു തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. സമ്പത്തുണ്ടാക്കുന്നതിന് 3 മാർഗങ്ങളാണല്ലോ ഉള്ളത്. ഒന്നാമത്തെ മാർഗം കൃഷിയാണ്. ഭൂമിയിൽ വിത്ത് നിക്ഷേപിച്ച് അതിൽ നിന്ന് വിളവെടുപ്പ് നടക്കുന്ന ഏറ്റവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് കൃഷി. കൃഷിയിലൂടെയാണ് സമ്പത്തുണ്ടാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിനാണല്ലോ വ്യവസായം എന്ന് പറയുന്നത്. ഈ വ്യവസായത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്വഭാവമനുസരിച്ചുള്ള പ്രോത്സാഹനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. കാട്ടിൽ പോയി വിറക് മരം വെട്ടി അത് മനുഷ്യാധ്വാനവും ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിറകാക്കി മാറ്റാനും അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താനും ആവശ്യപ്പെടുന്നത് വ്യാപാരത്തിനുള്ള പ്രോത്സാഹനം എന്നതോടൊപ്പം തന്നെ വ്യവസായത്തിനുള്ള പ്രോത്സാഹനവും ആണ് എന്ന് ഇന്നത്തെ സ്വഭാവത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കൃഷിയെയും വ്യവസായത്തെയും വ്യാപാരത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധനസമ്പാദനത്തിനുള്ള വലിയ വലിയ മാതൃകകൾ കാണിച്ചു തന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും ആ വശത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ മുമ്പാകെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഉൽപാദന മേഖലകളിൽ, വ്യാപാര മേഖലകളിൽ നമ്മൾ ഇടപഴകുകയും ഉൽപാദന മേഖലയെയും വ്യാപാര മേഖലയെയും ചടുലമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ അവസരത്തിൽ ഈ ധനത്തോടുള്ള അമിതമായ സ്നേഹമുണ്ടല്ലോ, ആ അമിതമായ സ്നേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തതായി വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാൻ കഴിയുന്നതാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ചാബല്യമായിട്ടാണ് ധനത്തോടുള്ള അമിതമായ സ്നേഹം, അദമ്യമായ ആഗ്രഹം, ഈ പ്രതിപത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തിയിട്ടുള്ളത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തീർച്ചയായും തന്റെ നാഥനോട് ധിക്കാരം പ്രവർത്തിക്കുന്നവനാണ്. നാഥനെ അവഗണിക്കുന്നവരും നാഥനെ നിഷേധിക്കുന്നവരും നാഥനോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരുമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞതിന് ശേഷം വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ സ്വയം അതിന് സാക്ഷിയാണ്. ഞാൻ ദൈവധിക്കാരിയാണ് എന്നതിന് മനുഷ്യൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് വഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ്. ധനത്തോടുള്ള അമിതമായ പ്രേമം അവന് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രേമം വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ആ പ്രേമം എന്തൊക്കെ വികാരങ്ങളാണ് അവനിൽ സൃഷ്ടിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് ദൈവത്തോട് ധിക്കാരം കാണിക്കുന്നവനാണ് മനുഷ്യൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവധിക്കാരത്തിന്റെ പ്രചോദനമായി വർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അത് ഇതാണ്. അഥവാ ധനത്തോടുള്ള അമിതമായ സ്നേഹമാണ്, കഠിനമായ സ്നേഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. അവിടെ നിർത്തുന്നില്ല. അത് എത്രത്തോളം മനുഷ്യന്റെ ആഴത്തിൽ സ്വാധീനം ചെലുത്തും,
അത് മനുഷ്യന്റെ വികാരങ്ങളുമായിട്ട് എങ്ങനെ കെട്ടുപിണഞ്ഞു നിൽക്കും എന്ന കാര്യവും അള്ളാഹു തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. അഫലാ യഅലമു ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ. കബറിടങ്ങളിലുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ ജഡങ്ങളാണ്. മരിച്ചുപോയ മനുഷ്യനുണ്ടല്ലോ, അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അഫലാ യഅലമു, അവനറിയില്ലേ, ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് പുറത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ. വഹുസ്സില മാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് പുറത്തേക്ക് എടുക്കപ്പെട്ടാൽ. ഹുസ്സില എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്ന അർത്ഥമാണ്. രണ്ടാമത് പുറത്തേക്ക് എടുത്തിട്ടതിനെ തിരഞ്ഞെടുക്കുക എന്ന അർത്ഥമാണ്. ഹൃദയങ്ങളിലുള്ളത് എന്താണ്? ഹൃദയങ്ങളിലുള്ളത് വികാരങ്ങളാണ്, പ്രചോദനങ്ങളാണ്, നെയ്യത്തുകളാണ്. ഹൃദയങ്ങളിൽ അതാണല്ലോ ഉള്ളത്. ആ പ്രചോദനങ്ങളും വികാരങ്ങളും നെയ്യത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്കെടുത്തിടും. എന്നിട്ട് വഹുസ്സില, അത് തെരഞ്ഞെടുക്കും. അത് തെരഞ്ഞെടുത്തിട്ട് എന്തൊക്കെ പ്രചോദനങ്ങൾ, എന്തൊക്കെ നെയ്യത്തുകളാണ് ഈ മനുഷ്യനെ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ അറിവുണ്ടായിരിക്കും എന്ന്, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവൻ പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് ധനത്തോടുള്ള ഈ സ്നേഹം ദൈവധിക്കാരത്തിന്റെ പ്രചോദനമായി എങ്ങനെയാണ് മാറിയത് എന്ന് നെഞ്ചകങ്ങളിലുള്ള വികാരങ്ങളും നെയ്യത്തുകളും പുറത്തെടുത്തുകൊണ്ട് വിവച്ഛേദിച്ച് പരിശോധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. എന്നാൽ മനുഷ്യനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. മനുഷ്യൻ ആളുകളെ പരിഹസിക്കുകയും ആളുകളെ അവഗണിക്കുകയും അവരെ ചെറുതാക്കി കാണുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് നാശം. അങ്ങനെ അവരെ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ധനം ഒരുമിച്ച് കൂട്ടുന്നു എന്നിട്ടത് എണ്ണിക്കണക്കാക്കുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ ധനം എന്നും നിലനിൽക്കുന്നതാണ് എന്നവൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ധനത്തോടുള്ള ഒരു സ്നേഹം, അത് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരാഗ്രഹം, അത് എണ്ണിക്കണക്കാക്കുക എന്നുള്ള ഒരു ദൗർബല്യം, അതിന്മേൽ ചടഞ്ഞുകൂടി കിടക്കുവാനുള്ള ഒരു ആഗ്രഹം അതുണ്ടല്ലോ. ആ ആഗ്രഹം കാരണം അവന് മനുഷ്യനോട് പുച്ഛമാണ്, അവനോട് അവഗണനയാണ്, അവനോട് പരിഹാസമാണ്. ഒരു വിധം മനുഷ്യന്മാരെ ഒന്നും അവന് കണ്ണിൽ പിടിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എറിയും. അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയിച്ചു തരുന്നത് എന്താണ്? ഹുതമ, അതിന്റെ ഗാംഭീര്യം, അതെന്താണ് എന്നുള്ള കാര്യം നിനക്ക് പറഞ്ഞു തരാൻ വാക്കുകളില്ല. വാക്കുകളില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ പരിമിതിയല്ല, മറിച്ച് ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് നിനക്കത് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ മനസ്സിലാക്കി തരാവുന്ന ഒരവസ്ഥയിലല്ല നീയുള്ളത്. നിനക്ക് പരിചയമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് നിന്നെ ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ നിനക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണവുമില്ല. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയിച്ചു തരുന്നത് എന്താണ് എന്ന് അല്ലാഹു ചോദിക്കും. എന്ത് പറഞ്ഞാലാണ് പഹയാ നിനക്കിത് മനസ്സിലാവുക എന്ന അർത്ഥത്തിലാണ്. വമാ അദ്റാക മൽ ഹുതമ. മനസ്സിലാവില്ല നിനക്ക്. നിനക്ക് മനസ്സിലാക്കാൻ വാക്കുകളില്ല, നിനക്ക് മനസ്സിലാക്കി തരാനുള്ള ഉദാഹരണങ്ങളുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കിക്കോ, നാറുല്ലാഹിൽ മൂഖദ.
നാറുല്ലാഹ്, അത് അല്ലാഹുവിന്റെ തീയാണ്. അല്ലാഹുവിന്റെ തീ, പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച, ട്രെയിൻ ചെയ്തെടുക്കപ്പെട്ട അല്ലാഹുവിന്റെ തീ. അൽ മൂഖദ, കത്തിക്കപ്പെട്ട അല്ലാഹുവിന്റെ തീ. അല്ലതി തത്തലു അലൽ അഫ്ഇദ, ആ തീയിന്റെ സവിശേഷത ഹൃദയങ്ങളുടെ ഉള്ളറകളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളതാണ്. ശരീരത്തെ അന്ധമായി കരിച്ചു കളയുന്ന ഒരു തീയല്ല ആ തീ. ശരീരത്തെ അന്ധമായി കരിച്ചു കളയുന്ന തീയല്ല ആ തീ. മറിച്ച് അത് തത്തലു അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലേക്കാണ് അത് കയറി ചെല്ലുന്നത്. ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ എന്താണുള്ളത്? അവിടെയുമുള്ളത് നിയ്യത്തുകളാണ്, അവിടെയുള്ളത് പ്രചോദനങ്ങളാണ്, അവിടെയുള്ളത് കരുതലുകളാണ്, നിയ്യത്തുകളാണ്. ആ നിയ്യത്തുകളെ പരിശോധിച്ച് അതിലേക്ക് കടന്നു ചെന്ന് എന്തൊക്കെയാണ് നെയ്യത്തുകളായും പ്രചോദനങ്ങളായും ഉണ്ടായിട്ടുള്ളത് എന്ന് വിവച്ഛേദിച്ച് പരിശോധിച്ച് അതിനനുസരിച്ച് ശരീരങ്ങളെ കരിച്ചു കളയാനുള്ള ശേഷി, ആ ശേഷിയാണ് അല്ലാഹു ഈ തീര് നൽകിയിട്ടുള്ളത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നഹാ അലൈഹിം മുഅ്സദ, ആ തീ അവരുടെ മേൽ അടച്ചിടപ്പെട്ടതാണ്. മാത്രമല്ല അവിടെ വെച്ച് അവർക്ക് പ്രത്യേകമായ സ്വഭാവത്തിൽ ചില പോസ്റ്റുകളുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടായിരിക്കും അവർക്ക് ആ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. നേരത്തെ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിന് കാരണം പറഞ്ഞത് ധനത്തോടുള്ള സ്നേഹമാണ്. ജനങ്ങളോട് പുച്ഛം കാണിക്കുന്നതിനുള്ള കാര്യവും പറഞ്ഞത് ധനത്തോടുള്ള സ്നേഹമാണ്. അത് രണ്ടും ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലെ പ്രചോദനങ്ങളും വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ധനം മനുഷ്യജീവിതത്തിന്റെ ആധാരശിലയാണ്. പക്ഷേ അതിനോടുള്ള സ്നേഹം അല്ലാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ, പ്രവാചകനോടുള്ള സ്നേഹത്തെക്കാൾ, സ്വർഗത്തോടുള്ള ആഗ്രഹത്തെക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ യാതൊരു കാരണവശാലും പ്രിയപ്പെട്ടതാകാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകുന്നത്. ഇങ്ങനെയുള്ള ചില അടിത്തറകൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് സന്തുലിതമായി തീരുമെന്ന് മാത്രമല്ല, സാമ്പത്തിക മാന്ദ്യം വ്യക്തികളും സമൂഹങ്ങളും കുടുംബങ്ങളും അനുഭവിക്കുമ്പോൾ, അതിന്റെ പ്രയാസങ്ങൾ തരണം ചെയ്തു വരുമ്പോൾ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായ പിൻബലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി തന്മയത്വത്തോടുകൂടിയും സന്തുലിതമായും അതിനെ നേരിടുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. അതിജയിക്കുവാനുള്ള ഒരു ശേഷി ഇസ്ലാമിക സമൂഹത്തിനും ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ സംസ്ഥാനത്തിനുമെല്ലാം നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്ത് സാമ്പത്തിക പരാധീനത മൂലം പ്രയാസപ്പെടുന്ന, പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. അവരെ മാനസിക വിഭ്രാന്തിയിൽ നിന്നും ഉന്മാദ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച് നേർവഴിക്ക് നയിക്കണമേ തമ്പുരാനെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.